വണക്കം. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു? പല സ്ഥലങ്ങളിലും എപ്പോൾ ബോംബ് സ്ഫോടനം നടക്കും എന്നുള്ള പേടിയിലാണ് നമ്മളിൽ പല ആൾക്കാരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. 2014 മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതായത് എപ്പോൾ ഒരു ഭീകരാക്രമണം ഉണ്ടാകും, എപ്പോഴൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകും. കശ്മീരിൽ നിരന്തരം നമ്മുടെ ജവാന്മാർ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. അപ്പുറത്തേക്ക് പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോകുന്ന ജവാന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തിനു പറയുന്നു? കശ്മീരിൽ നുഴഞ്ഞു കയറ്റക്കാരായി വന്ന് അവിടെയുള്ള ISI ഇവിടെയുള്ള നമ്മുടെ പാക് പട്ടാളക്കാരൻ്റെ തല അറുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ഇല അനങ്ങിയിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ. അതായത് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി, കഥ മാറി. പണ്ട് പാകിസ്ഥാൻ എന്ന് കേട്ടാൽ പോലും നമ്മൾ പേടിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അമേരിക്ക എന്ന് കേട്ടാൽ പോലും ചിരിക്കും. അതാണ് ഇന്നത്തെ ഇന്ത്യക്കാരൻ്റെ പവർ എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്ക എന്ന് കേട്ടാൽ പോലും ചിരിക്കുന്ന ഇന്ത്യയോട് കളിക്കരുത് എന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ അടക്കം നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. എന്തിനു പറയുന്നു? ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഒന്ന് കാണാൻ പറ്റുമോ അണ്ണ എന്ന് പറഞ്ഞ് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ചൈനയെ ഒതുക്കാൻ അണ്ണൻ്റെ സഹായം നമുക്ക് വേണോ അണ്ണ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലവൻ്റെ സെക്രട്ടറി ബെസന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 19 MP അവിടെ ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിട്ടുണ്ട്. അതായത് നമ്മളിത് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നൊരു ബന്ധമാണ്. അപ്പം നീ അതിനെ തൊലച്ചടുക്കി കയ്യിൽ തന്ന് ഇനി എങ്ങനെ യുവന്മാരെയൊക്കെ മെരുക്കി എടുക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞ് 19 MP ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. 2014 മുമ്പ് ഇന്ത്യ അനുഭവിച്ച, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പല ആൾക്കാരും അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട്. ആ മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭിമാനമുള്ള, ഒരു ദേശീയത തുളുമ്പുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. 2005 ഡൽഹി ബ്ലാസ്റ്റ്. 2005 ഡൽഹിയിൽ വലിയ ബ്ലാസ്റ്റ് നടന്നു. 2006 ആയപ്പോഴേക്കും അതിന് സമാധാന ചർച്ച, സമാധാനമാണ് മക്കളെ നല്ലത് എന്ന് പറഞ്ഞ സമാധാന ചർച്ച നടന്നു. ഒന്നും ഉണ്ടായില്ല. 2006 മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് നടന്നു. 209 പേരാണ് മരിച്ചത്. 2008 വീണ്ടും സമാധാനമാണ് മക്കളെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് സമാധാന ചർച്ച നടന്നു. അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. 2008 നമ്മുടെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് മുംബൈ ടെറർ അറ്റാക്ക് നടന്നു. അങ്ങനെ ടെറർ അറ്റാക്ക് നടന്നപ്പോൾ 1000 പേജിൻ്റെ റിപ്പോർട്ടാണ് നമ്മുടെ പാകിസ്ഥാനും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ മൻമോഹൻ ജി കൈമാറിയത്. എത്രയാണ്? 1000 പേജിൻ്റെ റിപ്പോർട്ട്. എന്നിട്ട് പറഞ്ഞു നമുക്ക് സമാധാനം നമുക്ക് ആഗ്രഹിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ഞാനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങി ഈ കോൺഗ്രസ്സുകാർ. ഇവന്മാരെ പോലെ ഭൂലോക ഉടായ്പ ഈ ലോകത്തിലെന്ന് പറയേണ്ടി വരും. ചിദംബരം രംഗത്തെത്തിയിട്ടുണ്ട്. ചിദംബരം ആരാണെന്ന് അറിയാമല്ലോ. ഈ ചിദംബരം രംഗത്തെത്തിയിട്ട് ഈ ചിദംബരം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2008 യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചടിക്ക് മുതിർന്നതാണ്. അയ്യോ പിന്നെ എന്ത് പറ്റി, ധൈര്യം ചോർന്നു പോയോ എന്ന് അപ്പുറത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ അമേരിക്ക വന്ന് പറഞ്ഞ് ഇപ്പം തിരിച്ചടിക്കേണ്ട, ഇപ്പം തിരിച്ചടിച്ചാൽ നിൻ്റെയൊക്കെ മണ്ട അടിച്ച് പൊളക്കുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചില്ല എന്ന് ചിദംബരം തുറന്നു പറയുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലുണ്ടല്ലോ തല കുനിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചിദംബരം തുറന്നു പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് ചിദംബരത്തിനെ വിളിച്ചു, ഇങ്ങ് വാ, നീ അവിടെ കിടന്ന് കൊണകൊണാന്ന് എന്തിന് പറയണത്? നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടന്നു, സംഭവമൊക്കെ ശരി തന്നെ, അപ്പോൾ അതൊന്ന് തുറന്ന് പറയരുത് എന്ന് ചിദംബരത്തിന് ഒരു വാർണിംഗ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി 2010 പൂനെ അറ്റാക്ക്, 2011 വീണ്ടും ഡൽഹി അറ്റാക്ക്, 2013 ഹൈദരാബാദ് അറ്റാക്ക്. അതായത് നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു രീതിയിലാണ് ഈ പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭീകരവാദം അത്രയ്ക്ക് കൊടികുത്തി വാണിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ 2014 ശേഷം നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി വന്ന ശേഷം ഇവന്മാർക്ക് 1000 പേജ് റിപ്പോർട്ടല്ല, 1000 കിലോ ബോംബാണ് കൊടുക്കുന്നത്. എടാ തിന്നടാ നീയൊക്കെ എന്ന് പറഞ്ഞാൽ 1000 കിലോ ബോംബാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുന്നത്. നമ്മൾ അനുഭവിച്ച ഈ മെൻ്റൽ പ്രഷർ ഉണ്ടല്ലോ. ഇവിടം സ്വർഗ്ഗമാണെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ക്ലൈമാക്സിൽ ചാണ്ടി എന്ന് പറയുന്ന ലാലു അലക്സിൻ്റെ ക്യാരക്ടറിനെ നമ്മുടെ മോഹൻലാൽ ഇട്ട് വെപ്രാളപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ ആ മോഹൻലാൽ എന്നിട്ട് ക്ലൈമാക്സിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, പുകയില കഷായം തളിച്ച് ഈ കീടങ്ങളെ വീർപ്പ് മുട്ടിച്ച് പുറത്തു ചാടിക്കുന്നൊരു രീതി, അത് ഞങ്ങളുടെ കർഷകരുടെ ഒരു രീതിയാണ്. ആ രീതിയുണ്ടല്ലോ, അതാണ് ഇന്നലെ നിൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ കാണിച്ചത് എന്ന് മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രേക്ഷകനൊരു ഗൂസ് ബംസ് വരും. സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗൂസ് ബംസാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സെറ്റപ്പ്, അതായത് എന്താണോ ഇന്ത്യ അനുഭവിച്ചത് അതിപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടി എന്നൊക്കെ പറഞ്ഞാൽ ചിമിട്ടാടി, ഇവന്മാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അടി, ഖൈബർ പഖ്തൂൺഖയിൽ അടി, ബലൂചിസ്ഥാനിലടി,
POK-യിൽ എല്ലായിടത്തും അടിയും ബോംബാക്രമണവും ബോംബ് സ്ഫോടനവും യവന്മാരുടെ സൈനികർ പൊട്ടിച്ചത്തോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. സന്തോഷം മാത്രമേ ഉള്ളൂ, പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. യവന്മാരുടെ സൈന്യം പൊട്ടിച്ചത്ത് തീരെയാണ് അലവലാദികളും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ, ദേശീയത കൂടിപ്പോയോണ്ടാണെന്ന് തോന്നുന്നു കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളം വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താലിബാൻ, തെഹ്രീക്കെ താലിബാൻ, യവന്മാരതിനെ തീവ്രവാദ സംഘടനയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെഹ്രീക്കെ താലിബാൻ യവന്മാരുടെ പോലീസ് ക്യാമ്പിൽ വണ്ടി ഓട്ടിച്ച് കയറ്റിയിട്ട് ചാവേർ ബോംബ് സ്ഫോടനം നടത്തി. അത് കേട്ടപ്പോൾ ഒരു നിമ്മതി വന്നു. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ പാകിസ്ഥാൻ അലവലാദികൾ കുറേ എണ്ണം പൊട്ടിച്ചത്തല്ലോ എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു നിമ്മതിയാണ് വന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ പൊട്ടിച്ചത്ത് യവന്മാരെല്ലാം കൂടെ 11 ഒറ്റ സ്പോട്ടിൽ തീർന്നത്. കാബൂളിൽ യവന്മാർ ആദ്യം ഒരു ആവശ്യമില്ലാതെ ആക്രമണം നടത്തി. അമേരിക്കയ്ക്ക് അറിയാതെ ഒന്നുമില്ല ആക്രമണം നടത്തിയത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുക, ഇന്ത്യയുടെ പൈപ്പ് ലൈൻ വരാതിരിക്കുക, ചൈനയുടെ സെപ്പക്ക് മുടക്കുക, പോരാത്തതിന് ഇറാൻ്റെ കോറിഡോറുകൾ അത് പ്രവർത്തനം നിർത്തുക, ബലൂചിസ്ഥാനിലുള്ള റെയർ എർത്ത് മെറ്റൽസ് ഖനനം അമേരിക്കയ്ക്ക് നടത്തുക എന്നൊക്കെയുള്ള ഒരു പദ്ധതി ഇതിൻ്റെ പിറകിലുണ്ട്. എന്നിരുന്നാൽ പോലും അഫ്ഗാനിസ്ഥാനെ ഒന്ന് ചൊറിഞ്ഞു കാബൂൾ. അതിനുശേഷം യവന്മാർക്ക് കിട്ടണ അടി എന്നൊക്കെ പറയാനുണ്ടല്ലോ, ചിമിട്ട അടിയാണ്. അവിടെ ഇവിടെ പാകിസ്ഥാനിൽ ബോംബ് പൊട്ടുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇന്ത്യയാണ്, ആണെങ്കിൽ കണക്കായിപ്പോൾ നീ കൊണ്ട് കേസ് കൊടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അനാവശ്യം പറയരുത്, ഞങ്ങൾക്കതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ടീമല്ല, നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന ടീമാണ് എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അങ്ങനെയാണെങ്കിൽ നീയൊക്കെ അന്താരാഷ്ട്ര കോടതിയിൽ പോയി നീയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന് തെളിയിക്കും. നിനക്കും താലിബാനും തമ്മിൽ നല്ല ബന്ധമില്ല. ബന്ധം ഉണ്ടെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ്. ആ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് ഞാനും താലിബാനും തമ്മിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് താലിബാൻ നിങ്ങളെ ആക്രമിക്കുമ്പോൾ അതെല്ലാം എടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് അതിൻ്റെ പിറകിൽ നിന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഇസ്രായേൽ ഗസയിൽ വലിയ അടി നടത്തി. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലും നമ്മളും തമ്മിൽ വലിയ രീതിയിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന അടി നമ്മൾ പറഞ്ഞിട്ടാണ് എന്നാണോ അതിൻ്റെ അർത്ഥം? നീ പറ. അല്ലല്ലോ. റഷ്യയും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതി റഷ്യ യുക്രൈനിൽ യുദ്ധം നടത്തുമ്പോൾ അത് ഞങ്ങൾ നടത്തുന്നതാണോ? അങ്ങനെയാണോ നീ പറയുന്നത് എന്ന് പറ. ഇതോടുകൂടി അവരെ അടഞ്ഞു പോയി എന്നുള്ളതാണ്. താലിബാൻ എന്ത് ചെയ്തു? ഇന്ത്യയുടെ മണ്ണിൽ വന്ന് നിന്നുകൊണ്ടാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുത്തത്. പാകിസ്ഥാൻ അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്ത ശേഷം താലിബാൻ പാകിസ്ഥാനിൽ കയറി മേയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ താലിബാൻ എന്ന് പറയുന്നത് ഭീകരവാദികളാണ്, അത് വേറെ കാര്യം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നമ്മൾ താലിബാന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അടിക്കാനുള്ള സപ്പോർട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് അവർക്ക് അരി പൊരി ശർക്കര ഉണ്ടായൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, അരി പൊരി ശർക്കര ഉണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഞങ്ങളവിടെ ഒരു ഹൈക്കമ്മീഷൻ ഓഫീസ് തുടങ്ങിയോ എന്നുള്ള രീതിയിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. താലിബാനാണെങ്കിൽ വെളുക്ക പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പോലീസ് ക്യാമ്പിൽ ആക്രമണം നടന്നല്ലോ വസീറിസ്ഥാനിൽ, അതിൻ്റെ പ്രതികാരമായിട്ട് ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തു? പക്തിക്ത പ്രവിശ്യയിൽ ഈ പാകിസ്ഥാൻ ഒരു വ്യോമാക്രമണം നടത്തി. പാകിസ്ഥാൻ്റെ വ്യോമസേന ഈ അഫ്ഗാനിസ്ഥാൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പം ശക്തമാണ്. കാരണം അഫ്ഗാനിസ്ഥാന് ഫ്ലൈറ്റ് പറത്താൻ പോലും താലിബാൻകാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇനി നാളെ യവന്മാർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് പരിശീലനം തരാമോ സാർ എന്ന് താലിബാൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ മുകളിൽ നല്ല ആൾക്കാർ ഭരിക്കാൻ ഇരിപ്പുണ്ട്, അവരെടുത്തോളും. അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മൾ പല രാജ്യങ്ങൾക്കും പരിശീലനം കൊടുക്കുന്നുണ്ട്, പക്ഷേ താലിബാന് നമ്മൾ പരിശീലനം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇനി കൊടുത്തു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇവന്മാർ ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്, ഒരു വിദൂര സാധ്യത. അത് ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പക്തിക്ത പ്രവിശ്യയിൽ ഈ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി 10 പേര് മരിച്ചു. 10 പേരിൽ 3 പേര് ഇവരുടെ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിരുന്നു. ഇനി പാകിസ്ഥാനിൽ എത്ര ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ ചത്തുമലക്കുന്നു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത് ഒന്നാമത്തെ കാര്യമാണ്. പോരാത്തതിന് ഇനി ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഈ ഒരു അടി കഴിഞ്ഞല്ലോ, ഈ പക്തിക്ത മേഖലയിൽ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ശേഷം യവന്മാർ ഖത്തറിൽ അഭയം പ്രാപിച്ചു. ഖത്തറിൽ പോയിട്ട് പറയാണ് ഏത് നിമിഷവും നമ്മളെ താലിബാൻ തിരിച്ചടിക്കും, അതുകൊണ്ട് സമാധാന യോഗം വിളിക്കണം. ട്രംപിൻ്റെ പോയി കാല് പിടിക്കുകയാണ്. ട്രംപ് പറയുകയാണ് യുദ്ധം നടക്കുന്നില്ലേ, ആൾക്കാർ മരണപ്പെടുക എന്നുള്ളത് വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ഈ യുദ്ധം നിർത്താനായിട്ട് മധ്യസ്ഥത വഹിക്കാം. കഴിഞ്ഞ യുദ്ധം നിർത്തിയപ്പോഴേ എനിക്ക് നോബൽ പ്രൈസ് തന്നില്ലല്ലോ,
മറിയ കൊറീന മച്ചുഡാറോയ്ക്കാണല്ലോ നോബൽ പ്രൈസ് കൊടുത്തത്. അതുകൊണ്ട് ഈ യുദ്ധമെങ്കിലും ഞാൻ നിർത്താം, ആൾക്കാർ മരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് വലിയ വാദമൊക്കെ അടിച്ചിട്ടുണ്ട്. പോരാത്തവന് ഒരൊറ്റ അടി കൊണ്ട് ഈ യുദ്ധം എനിക്ക് നിർത്താൻ സാധിക്കും എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ യുവമാർ ഖത്തറിൽ ഇപ്പോൾ സമാധാന യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ അടി തുടങ്ങിയപ്പോൾ തന്നെ, അതായത് കാബൂളിലൊരു വ്യോമസേന ആക്രമണം നടത്തി തിരിച്ചു വന്ന് താലിബാൻ യവന്മാരുടെ 140-ലധികം സൈനികരെ തട്ടിക്കളഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചാണ്. എന്നിട്ട് യവന്മാർ വീണ്ടും അങ്ങോട്ട് പോയി ആക്രമിച്ചു. അങ്ങനെ വീണ്ടും അങ്ങോട്ട് പോയി ഒരു കാര്യമില്ല, അങ്ങോട്ട് പോയി ആക്രമിച്ച ശേഷം ഇപ്പോൾ ഖത്തറിനോട് പറയുകയാണ് ഞങ്ങളെ രക്ഷിക്കണം. സൗദി ആണെങ്കിൽ ചത്തതുപോലെ ഇരിക്കുകയാണ്. സൗദി മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിൽ പാകിസ്ഥാൻ വിളിക്കുമ്പോൾ ചത്തതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവന്മാർ തമ്മിൽ പാക് നാറ്റോ എന്ന് പറഞ്ഞ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിന്നെ ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ ഞാൻ സഹായിക്കും, എന്നെ ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ നീ സഹായിക്കണം. പിന്നെ പാകിസ്ഥാൻ്റെ ആണവ കൊടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് വയ്ക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് മുന്നിലൂടെ പോകുന്നത്. പാകിസ്ഥാൻ്റെ എല്ലായിടത്തും ആക്രമണം, തൊലയിട്ട് പുല്ലുകൾ നശിച്ച് നാറാണക്കല്ലെടുക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ ഇവിടെ കുറേ മാനുഷികവാദികളുണ്ട്, അവരും നമ്മുടെ ശോധനരാണ്. ശരി, അവരും നമ്മുടെ ശോധനരാണെങ്കിൽ നീ പോയി അവിടെ താമസിച്ചോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവസാനം നിന്നെ രക്ഷിക്കാനായിട്ട് നമ്മൾ വരാം, അതേ പറയാനുള്ളൂ. നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ പറഞ്ഞ പോലെ നീ തീവ്രവാദികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ആംബുലൻസുമായിട്ട് വരാം എന്ന് പറയുന്നത് പോലെ എനിക്ക് നിൻ്റെ അടുത്തൊക്കെ പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും മനസ്സ് സന്തോഷം കൊണ്ട് ആനന്ദ തന്തുലിതം ആകുകയാണ്. അപ്പോൾ ശരി.